കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ വിശ്വാസത്തിലെ ജലസ്നാനം എന്നൊരു വിഷയത്തിലേക്ക് നാം തിരിച്ചു വരികയാണ്. ഈ ജലസ്നാനം എന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ അനേക വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പഠനം എന്ന നിലയിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്പറിട്ട് ഏകദേശം 11 എപ്പിസോഡുകൾ ഇതിനോടുള്ള ബന്ധത്തിൽ ചെയ്യുവാനായിട്ടിടയായി. ചില എപ്പിസോഡുകൾ കൂടി, ചില വീഡിയോകൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പഠനം നമുക്ക് പൂർത്തിയാക്കുവാനായിട്ട് കഴിയും. അതിനോടുള്ള ബന്ധത്തിൽ ഈ വിഷയത്തിലേക്ക് നാം വീണ്ടും മടങ്ങി വരികയാണ്. ഇന്ന് ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനപ്പെടുന്ന ഒരു ഭാഗം ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൊരിന്തിൽ അനേകർ സ്നാനപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു മുൻപായിട്ട് എപ്പിസോഡ് 161 161 എപ്പിസോഡിൽ നാം ലുദിയായുടെ സ്നാനം ക്രിസ്തീയമോ എന്ന് ഒരു എപ്പിസോഡ് ചെയ്യുവാനായിട്ട് ഇടയായി. ആ എപ്പിസോഡിനെ കുറിച്ച് അനേക കമന്റുകൾ വരുവാനിടയായി. ഞാൻ പലതിനും മറുപടി പറഞ്ഞില്ല. കാര്യം വളരെ വൾഗറായിട്ടുള്ള കമന്റുകളൊക്കെ ആൾക്കാർ അതിനെക്കുറിച്ച് എഴുതുന്നത് കാണുവാനായിട്ടിടയായി. ഞാൻ അതിനെ ഓരോന്നിനും മറുപടി പറയാവുന്ന ഒരു കമന്റുകളായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ഇഗ്നോർ ചെയ്യുവാനായിട്ടിടയായി. എന്നാൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് അല്പമായിട്ട് ഒന്ന് ജനറലി ടച്ച് ചെയ്ത് ചില കാര്യങ്ങൾ കൂടി ഓർപ്പിച്ചതിന് ശേഷം ഞാൻ ഈ വിഷയത്തിലേക്ക്, അതായത് ഇന്നത്തെ വിഷയമായ കാരാഗ്രഹ പ്രമാണിയുടെ സ്നാനവും കൊരിന്തിൽ അനേകർ സ്നാനപ്പെട്ടു എന്ന് പറയുന്ന ആ സ്നാനവും എന്തായിരുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കുവാൻ സമയം വേർതിരിക്കാം. പ്രാരംഭമായിട്ട് ഈ ലുദിയായുടെ സ്നാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഞാനൊന്ന് ഓർപ്പിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ വന്ന കമന്റുകൾക്ക് മറുപടി എന്നോണം ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഓർപ്പിച്ച് ഈ വിഷയത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ വിളിക്കുകയും മക്കദോനിയ വിളിപ്രകാരം തന്നെ ത്രോവാസിൽ നിന്നും യൂറോപ്പിന്റെ ആ കാലഘട്ടത്തിലെ ഒരു പ്രധാന നഗരമായിരുന്ന മാസിഡോണിയ അല്ലെങ്കിൽ മക്കദോനിയയിലേക്ക് അയക്കുന്നു. മക്കദോനിയ വിളിപ്രകാരം പൗലോസും ശീലാസും തിമോത്തിയും ചേർന്ന് മാസിഡോണിയയിലേക്ക് പോകുന്ന ഒരു ഭാഗം നമുക്കറിയാം. ഈ മാസിഡോണിയയിലെ ഫിലിപ്പിയ എന്ന് പറയുന്ന ഒരു പ്രധാന പട്ടണത്തിലാണ് പോൾ എത്തിച്ചേരുന്നത്. അത് റോമക്കാര് കുടിയേറി പാർത്തിരുന്ന ഒരു പട്ടണമാണ് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യഹൂദന്മാരല്ല, റോമക്കാര് കുടിയേറി പാർത്തിരുന്ന ഒരു പട്ടണമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റോമിന്റെ ഒരു റിപ്ലിക്കയാണ് ഫിലിപ്പിയ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഈ ഇങ്ങേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ടുള്ള സ്ഥലം, അതിൻ്റെ ഒരു ബോർഡർ എന്നുള്ള നിലയിൽ ഈ മാസിഡോണിയ വളരെ പ്രസക്തമാണ്. ഗ്രീസ് അതിലൊരു പ്രധാന നഗരമാണ് ഈ ഫിലിപ്പിയ. ആ ഫിലിപ്പിയൻ പട്ടണത്തിൽ റോമക്കാർ കുടിയേറി പാർക്കുന്നത് കൊണ്ട് തന്നെ റോമിന്റെ ഒരു റിപ്ലിക്ക, റോമിൽ എന്തെല്ലാം നടക്കുന്നു അതുപോലെ അവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായ ഫിലിപ്പിയയും അവർ അതേ നിലയിൽ കണ്ടിരുന്നു. പൗലോസ് അപ്പോസ്തലനെ ദൈവം ഈ മാസിഡോണിയയിലേക്ക് അയക്കുമ്പോൾ പോൾ ഈ ഫിലിപ്പിയയിലേക്കാണ് എത്തുന്നത്. അവിടെ ഈ റോമക്കാർക്ക് എതിരായിട്ടുള്ള ഒരു ഡിഗ്രി ക്ലൗഡിയസ് കൈസർ പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് റോമിലുള്ള യഹൂദന്മാരെല്ലാം റോമ നഗരം വിട്ടു പോകണം. യഹൂദന്മാരോട് കൈസർക്കുണ്ടായിരിക്കുന്ന ഒരു വിദ്വേഷം നിമിത്തം അവർക്കെതിരായിട്ടൊരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ റോമിൽ ഇരിക്കുന്ന കൽപ്പന ഏറെക്കുറെ ഈ ഫിലിപ്പിയയിലും ബാധകമാണ് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാര്യം അവർ കുടിയേറി പാർക്കുന്ന ഒരു ഭയങ്കര നഗരമാണ് ഈ ഫിലിപ്പിയ. എന്നിരുന്നാലും അവിടെ അനേക യഹൂദന്മാർ പാർത്തിരുന്നു. അവരുടെ സിനഗോഗുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അനേക സംഭവങ്ങൾ ഈ ഫിലിപ്പിയയിലുണ്ട്. എന്നാൽ ഈ ഒരു ഡിഗ്രി, ഈ ഒരു കൽപ്പന നിലനിൽക്കുന്നത് കാരണം പണ്ടുണ്ടായിരുന്നത് പോലെ ഒരു സ്വാതന്ത്ര്യം യഹൂദന് അവിടെ ഇല്ലായിരുന്നത് കാരണം അവരുടെ സിനഗോഗുകളും അവരുടെ പ്രാർത്ഥനാലയങ്ങളും ഒക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പോൾ ഫിലിപ്പിയയിൽ എത്തിയെങ്കിലും അവിടുത്തെ പല സിനഗോഗുകളും അടഞ്ഞു കിടക്കുന്നതിനാൽ തന്നെ ദൈവം അയച്ചതാണെങ്കിലും അവരോട് സുവിശേഷം അറിയിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ സുവിശേഷം പറഞ്ഞു തുടങ്ങുവാനോ പോളിന് ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഫിലിപ്പിയയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫലപ്രദമായിട്ട് ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിയും. അതിന് മുൻപുണ്ടായിരുന്ന സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിസിഡിയ അല്ലെന്നുണ്ടെങ്കിൽ അന്ത്യോക്യ, ഈ സ്ഥലങ്ങളിലൊക്കെ പോൾ നേരെ യഹൂദന്മാരുടെ പള്ളികളിലേക്കാണ് കയറി ചെല്ലുന്നത്, അവരുടെ സിനഗോഗുകളിലേക്കാണ് കയറി ചെല്ലുന്നത്, അവരോടാണ് സുവിശേഷം പറഞ്ഞു തുടങ്ങുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ പോൾ അതിനൊരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. കാര്യം പല സിനഗോഗുകളും അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ശബത്ത് നാളിൽ, അടുത്ത ദിവസങ്ങളിൽ ഒരു ശബത്ത് നാളിൽ താൻ പട്ടണ വാതുക്കൽ നിന്ന് അല്ലെങ്കിൽ ഗോപുര വാതുക്കൽ നിന്ന് താൻ പ്രാർത്ഥനാലയം ഉണ്ട് എന്ന് കരുതി അവിടുത്തെ ഒരു പ്രധാന നദിയാണ് സൈഗാക്ടിക്സ് അല്ലെങ്കിൽ ഗാൻജൈറ്റിസ് എന്നറിയപ്പെടുന്ന ഒരു പുഴ.
അതിന്റെ വക്കത്ത് ഈ ശുശ്രൂഷ നടക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കി പൗലോസ് അപ്പോസ്തലൻ ആ പുഴവക്കത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നടക്കുന്നത് ഒരു ജൂവിഷ് ജൂവിഷ് പ്യൂരിഫിക്കേഷൻ റൈറ്റ്സ്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ശുദ്ധീകരണ സ്നാനം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ നടക്കുന്ന സ്ഥലമാണ് ഇത്. ഇത് ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ഒരു അതിശയവുമല്ല. സാധാരണ ഈ ഒരു സ്നാനം, അവരുടെ ആ ഒരു പ്യൂരിഫിക്കേഷൻ റൈറ്റ്സ്, ശരിക്കും നാച്ചുറൽ വാട്ടർ, ഒഴുകി വരുന്ന വെള്ളം, അതിന്റെ പുഴകളിലും അതിന്റെ നദികളിലും ഒക്കെ ഈ ശുശ്രൂഷകൾ നടത്തുവാനായിട്ട് കഴിയും. ഒറിജിനലി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ മിക്വേ എന്ന് പറയുന്ന ഈ സ്നാനക്കുളവും ഈ സ്നാനവും ഒക്കെ നടക്കേണ്ടത് നാച്ചുറൽ വാട്ടർ, ആ ഒഴുകി വരുന്ന വെള്ളത്തിലും പ്രകൃതിദത്തമായിട്ട് ലഭിക്കുന്ന ആ വെള്ളത്തിലുമാണ് ഈ ശുശ്രൂഷകൾ ആക്ച്വലി ചെയ്യേണ്ടുന്നത്. എന്നാൽ യെരുശലേമിൽ എല്ലായിടത്തും ആ ഒരു സാഹചര്യം അല്ലാത്തതിനാൽ അവർ പലയിടത്തും മിക്വേ എന്ന കുളം കെട്ടി ആ കുളത്തിൽ ഈ ശുശ്രൂഷ നടത്തുന്ന പതിവുണ്ട്. എല്ലാ സിനഗോഗുകളുടെ മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം മിക്വേ, ഈ കുളങ്ങൾ ഈ ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സൈഗാക്ടിക്സ് എന്ന് പറയുന്ന പുഴയുടെ കര. അവിടെ പ്രധാനമായിട്ട് അത് ക്രമീകരിക്കുന്നതിന്റെ ഉദ്ദേശം, എല്ലാ സ്നാനങ്ങളും ഒരു പക്ഷെന്നുണ്ടെങ്കിൽ അവർക്ക് ഹോൾഡ് ചെയ്യുവാനായിട്ട് കഴിയും. എന്നാൽ ചിലതൊക്കെ അനിവാര്യമായിട്ട് നിവർത്തിച്ചേ കഴിയത്തുള്ളൂ. പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ സിസ്റ്റേഴ്സ്, വുമൺ, അവരുടെ മന്ത്ലി പ്യൂരിഫിക്കേഷൻ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബാപ്റ്റിസം അല്ലെങ്കിൽ ആ ഒരു സ്നാനം. അത് ന്യായപ്രമാണ കാലം മുതലേ ലേവ്യ പുസ്തകം പഠിച്ചാൽ നമുക്ക് കാണാം. അവരോട് ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന അനേക കഴുകലിന്റെയും മുഴുകലിന്റെയും ഒക്കെ ഭാഗമായി ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അത് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പുഴവക്ക് എന്ന് പറയുന്നത്. അവിടെ അനേക സ്ത്രീകൾ ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നു ചേർന്നിരിക്കുകയാണ്. അവിടെ ലുദിയ എന്ന് പറയുന്ന, നമ്മുടെ ഈ വിഷയത്തിലെ ലുദിയായുടെ സ്നാനം എന്ന് പറയുന്ന ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, യഹൂദിയ സ്ത്രീയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ യഹൂദിയ സ്ത്രീ ആയിരിക്കുന്ന ലുദിയ തന്റെ ആ സ്നാനത്തിന് വേണ്ടിയിട്ട് അവിടെ വരികയാണ്. അവിടെ അനേകരോട് വന്ന് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് പൗലോസും ശീലാസും അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവസരം എന്നുള്ള നിലയിൽ അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയും ആ സുവിശേഷം അറിയിക്കുകയുമാണ്. ആ സുവിശേഷം പോൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനും അത് ഗ്രഹിക്കുവാനും ദൈവം ലുദിയയുടെ ഹൃദയം തുറന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്നത്, പൗലോസും ശീലാസും പുതുതായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് അവരൊരു ബാപ്റ്റിസം ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്തിരിക്കുകയല്ല. അവരെ സ്ത്രീകളെ എല്ലാം സ്നാനപ്പെടുത്തുന്ന അനേക സ്ത്രീകളെല്ലാം വന്നു ചേർന്നാട്ടെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തല്ലെന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞ് നടന്ന സ്ത്രീകളെ കൂട്ടി അവരെ സ്നാനപ്പെടുത്തുന്ന ഒരു ചടങ്ങ് അവിടെ നടക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ കാര്യങ്ങളെ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു ശുശ്രൂഷയ്ക്കുള്ള സാഹചര്യം, അവരോട് ഈ സുവിശേഷം പറയുന്ന സാഹചര്യം, ഇവിടെ എങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് താൻ മനസ്സിലാക്കി ഈ പുഴവക്കത്തേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ ഇവിടെ നടക്കുന്നത് ഈ സിനഗോഗുകൾ അടഞ്ഞു കിടക്കുന്നതിനാൽ അവർക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത മന്ത്ലി പ്യൂരിഫിക്കേഷൻ റൈറ്റ്സിനായിട്ട് ഈ ഗാംഗൈറ്റീസ് എന്ന് പറയുന്ന പുഴക്കരയിൽ ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന സ്ത്രീകളോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് പൗലോസും ശീലാസും അതാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ശബത്ത് നാളിൽ സ്ത്രീകൾ വന്നുകൂടിയിരിക്കുക. അവരവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം തുണി അലക്കാനോ അവരുടെ ലോണ്ടറി കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഒന്നും വേണ്ടി വന്നിരിക്കുന്നതല്ല. അവരുടെ ശുദ്ധീകരണ ശുശ്രൂഷകൾക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ്. ഒരു പണിയും യഹൂദന് ശബത്ത് നാളിൽ ചെയ്യുവാൻ അധികാരമില്ല. ഒരു മൈലിനപ്പുറം അവർക്ക് നടക്കാൻ പോലും അധികാരമില്ല. അവരിവിടെ വന്നിരിക്കുന്നത് അവരുടെ ആ ശുദ്ധീകരണ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പൗലോസ് ഇവരെ വിളിച്ചു കൂട്ടിയതല്ല. ഇവർ അനേക സ്ത്രീകൾ അവിടെ എത്തിയിരിക്കുന്നത് പോളും ശീലാസും കൂടെ നോട്ടീസ് ഇട്ട് ഇവരെ വിളിച്ചു കൂട്ടിയിരിക്കുന്നുമല്ല. അവരവിടെ വന്നു കൂടിയിരിക്കുന്ന ആ ശുശ്രൂഷയിൽ അവിടെ പോളും ശീലാസും വന്നിട്ട് അവരോട് പ്രസംഗിക്കുക ചെയ്യുന്നത്. അവരുടെ പ്രാർത്ഥനാ സ്ഥലമായി ഈ സ്ഥലത്ത് പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്, പോൾ എന്ത് സുവിശേഷമായിരിക്കും ഇവിടെ പ്രസംഗിക്കുന്നത്? എന്ത് പ്രസംഗിക്കാനാണ് പോൾ ഈ പുഴക്കരയിലേക്ക് വന്നിരിക്കുന്നത്? നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടണമെന്ന് പറയാൻ അവരതിനാ വന്നിരിക്കുന്നത്. അവരുടെ സ്നാനം ചെയ്യുവാൻ വേണ്ടി, അവരുടെ മന്ത്ലി പ്യൂരിഫിക്കേഷൻ റൈറ്റ്സിന് വേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ പോൾ പ്രസംഗിക്കുന്നതും പോൾ വന്നിരിക്കുന്നതും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. പോൾ പറയുന്നത്, ഐ പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ. ഇവിടെ നിന്ന് പോകുന്നത് കൊരിന്തിലേക്കാണ്. ആ കൊരിന്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് പറയാൻ, ഞാൻ യേശു ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ഇത് കഴിഞ്ഞ് താപ്പോട്ട് വായിക്കുമ്പോൾ അടുത്ത കാരാഗ്രഹ പ്രമാണിയുടെ സ്നാനം കാണാം. അവിടെയും കാരാഗ്രഹ പ്രമാണി തന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? അവിടെയും പറയുന്നത് നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. പോളിന് വളരെ വ്യക്തമായിട്ട് അറിയാം, തന്നെ അയച്ചിരിക്കുന്നത് സ്നാനം കഴിപ്പിക്കാനോ അല്ലെങ്കിൽ സ്നാനത്തിൽ കൂടെ രക്ഷിക്കപ്പെടുന്ന ഒരു മാനസാന്തര സ്നാനത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാനോ അല്ല പോളിനെ ഇവിടെ അയച്ചിരിക്കുന്നത്. പോൾ പ്രസംഗിക്കുന്നത് ക്രൂശിലൂടെ തുറന്ന രക്ഷാമാർഗമാണ്. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ് എന്നുള്ള സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നൊരു വ്യക്തമായ സുവിശേഷം പ്രസംഗിക്കാൻ വിളിപ്രകാരം ദൈവം പോളിനെ കൈക്ക് പിടിച്ച് നടത്തുക. ത്രോവാസിൽ നിന്നും മക്കതോനിയയിലേക്ക് അയച്ചിരിക്കുന്ന ഈ സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ്. ഇവിടെ നടക്കുന്ന സ്നാനം ന്യായപ്രമാണത്തിലെ ജൂവിഷ് പ്യൂരിഫിക്കേഷൻ റൈറ്റ്സിന്റെ സ്നാനമാണ്. ഇതിനെ മിക്കുവേ എന്നാ പറയുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ MIKVEH മിക്കുവേ എന്ന് ഇന്റർനെറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിറയെ ആർട്ടിക്കിൾസ്, നിറയെ പിക്ചർ, നിറയെ വീഡിയോയുടെ സഹിതം ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അത് നോക്കുമ്പോൾ നമുക്കറിയാം ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ് ഫോർ ജൂവിഷ് വുമൺ ടു ഹാവ് ദിസ് മിക്കുവേ ബാപ്റ്റിസം. അവരുടെ ആ ഒരു പ്യൂരിഫിക്കേഷൻ റൈറ്റ്സിന് വേണ്ടി അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഈ കമന്റിനകത്തിൽ ആൾക്കാർ പറയുന്നത് പോലെ അവര് ടവൽ എടുത്തുകൊണ്ട് സ്ത്രീകള് പുഴയിൽ ചാടി കുളിസീൻ കാണാനൊന്നും അല്ല പോൾ അവിടെ പോയിരിക്കുന്നത്. അത്രമാത്രം അട്ടർ നോൺസെൻസ് കമന്റുകളാ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന സുവിശേഷം ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ലാതെ സത്യസുവിശേഷമാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പരമാർത്ഥ സുവിശേഷമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാരമ്പര്യം എന്നുള്ള കണ്ണാടി ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇത് വായിക്കാമെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന സുവിശേഷമാണ് നമ്മൾ ഈ പറയുന്നത്. എന്നാലും നമ്മൾ പറയുന്ന ഈ സുവിശേഷത്തിനെതിരായിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു ഉപദേശി എനിക്കറിയാം. അദ്ദേഹം നമുക്കെതിരായിട്ട് അനേക വീഡിയോകൾ ചെയ്യുന്നു. PM എബ്രഹാം എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് റീബിൽഡ് യുവർ ചർച്ച് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹത്തെ ഞാൻ പേഴ്സണലി സ്നേഹിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ മാനിക്കുന്നു. പ്രധാനമായിട്ടും അദ്ദേഹം വളരെ സഭ്യമായ ഭാഷയിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്നു, ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ തന്നെയല്ല, താൻ അറിഞ്ഞ സുവിശേഷം ശരിയാണ് എന്ന് വാദിച്ച് ഉറപ്പിക്കാനായിട്ട് തന്നലാവോളം താൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ വിഷയത്തിലും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് താൻ മനസ്സിലാക്കിയത് സത്യമാണെന്ന് ധൈര്യത്തോട് പറയാൻ ഒരു ചിലരെങ്കിലും ഉണ്ടല്ലോ, അതിനായിട്ട് ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മറ്റുള്ളവരോടൊക്കെ 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരമേ ആള് മുങ്ങും അവിടുന്ന്. അത് ഞാൻ ഇവിടുത്തുകാരനല്ല എന്നുള്ള രീതിയിലാണ് ഒരു മനുഷ്യനെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്ന് പറയാൻ. ഞാൻ 11 വീഡിയോകൾ ഈ വിഷയത്തിൽ, സ്നാനം എന്നുള്ള വിഷയത്തിൽ മാത്രം ചെയ്തു. ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് താങ്കൾ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ ഒരു മനുഷ്യൻ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ PM എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ചെയ്യുന്ന വീഡിയോയ്ക്കും അദ്ദേഹത്തെ പേഴ്സണലായിട്ട് ഞാൻ മാനിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ശൗലേ നീ മുള്ളിന്റെ നേരെ ഉദിക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന എബ്രായ ഭാഷയിൽ പോളിനോട് സംസാരിച്ച കർത്താവ് ഒരു നാളിൽ ഈ സത്യം ഈ PM എബ്രഹാമിന് മനസ്സിലാക്കി കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് അദ്ദേഹം കർത്താവിന്റെ കാൽക്കൽ വീണ്, കർത്താവെ ഈ സത്യം എനിക്ക് മനസ്സിലാക്കി തന്നതിൽ ഞാൻ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കാൽക്കൽ വീഴും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ വിഷയം പറയാൻ കാരണം അവറാച്ചാനെ, ഈ PM എബ്രഹാം എന്ന് പറയുന്നത് ഈ അവറാച്ചാനെ ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട്. ഈ പൊട്ടൻ പൂത്തിരി കണ്ടതുപോലെ കൂടിയിരിക്കുന്ന കുറെ അലവലാദികൾ എന്ന് പറയാതിരിക്കാൻ തരമില്ല. ബൈബിളിനെ കുറിച്ച് ABCD അറിയാൻ മേലാത്ത കുറെ അലവലാദികൾ ഈ അവറാച്ചാന്റെ കൂടെ കൂടിയിട്ടുണ്ട്. പോൾ കുളിസീൻ കാണാൻ പോയെന്നും പോളിനെ മാസമുറയുടെ സ്നാനം നടത്തിയെന്നും പോളിനെ ആഭാസനാക്കിയെന്നും ഒക്കെ പറഞ്ഞിട്ട് അട്ടർ നോൺസെൻസ് കമന്റുകൾ എൻ്റെ വീഡിയോയിലും എനിക്കെതിരായിട്ട് ഈ PM എബ്രഹാം അച്ചായൻ പറഞ്ഞിരിക്കുന്ന ആ വീഡിയോയിലും ഒക്കെ ഇത്രയും കമന്റുകൾ പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ടിടയായി. അറിവില്ലായ്മ ഒരു അലങ്കാരമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഈ കൂട്ടരെ ഞാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിരിക്കുക. അവരോടൊന്നും മറുപടി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദൈവം അവരോട് ന്യായവിധി നാളിൽ ഈ പാപം നിർത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ മിക്കുവേ എന്നുള്ള വിഷയത്തിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, നിങ്ങൾ ഈ മിക്കുവേ എന്ന് പറയുന്ന ഈ സംഗതി
ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പോസ്റ്ററുകൾ പെട്ടെന്ന് കാണിക്കാൻ ആ വിഷയം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലയോ, മിക്വേ എന്ന് പറയുന്നത് റിച്വൽ ബാത്ത് യൂസ്ഡ് ഫോർ പ്യൂരിഫിക്കേഷൻ. മിക്വേ ആൻഡ് വുമൺ, ഈ യഹൂദന്മാരുടെ ഈ മിക്വേ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് നിങ്ങളൊന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതിൽ എഴുതിയിരിക്കുന്നത് മിക്വേ ഈസ് എ സെൻട്രൽ എലിമെന്റ് ഇൻ ജൂയിഷ് റിച്വൽ പ്രാക്ടീസ് പെർട്ടിക്കുലർലി ഫോർ വുമൺ. ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചേ. ഇറ്റ് ഈസ് എ റിച്വൽ ബാത്ത് used for purification, and women immerse themselves in it after menstruation or childbirth to become ritually pure. നിങ്ങൾ വായിച്ചു നോക്കണം. അവരുടെ ആ ഒരു മെൻസ്ട്രുറേഷൻ പീരീഡിന് ശേഷം അല്ലെങ്കിൽ പ്രസവകാലം അല്ലെന്നുണ്ടെങ്കിൽ ചൈൽഡ് ബേബി ഉണ്ടായതിനു ശേഷം ആ പ്രസവത്തിന് ശേഷം അവർ ചെയ്യുന്ന ആ റിച്വൽ ബാത്ത്, ഇത് അവർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഇന്റർനെറ്റിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. തന്നെ വേറെ ഞാൻ കാണിക്കാം. വാട്ട് ഈസ് മിക്വേ? ഈ മിക്വേ എന്ന് പറയുന്ന ഈ സ്നാനകുളത്തെക്കുറിച്ചും ആ സ്നാനത്തെക്കുറിച്ചും മിക്വ എന്നും മിക്വേ എന്നും പറയാം. ഈസ് എ പൂൾ ഓഫ് വാട്ടർ. ഞാനത് വായിക്കുക. ഈസ് എ പൂൾ ഓഫ് വാട്ടർ ഇൻ വിച്ച് ജൂയിഷ് പീപ്പിൾ ഇമ്മേഴ്സ് ടു അഫക്ട് പ്യൂരിറ്റി. It is most commonly used by women as part of the Nidda cycle. ഈ നിഡ എന്ന് പറയുന്ന സൈക്കിൾ അവരുടെ പീരീഡ് കഴിഞ്ഞതിന് ശേഷം 7 ദിവസം എണ്ണി അതിനുശേഷം വരുന്ന ശുദ്ധീകരണ ദിവസത്തെയാണ് ഈ നിഡ എന്ന് പറയുന്ന ആ പീരീഡ്. ബിഫോർ ഷീ ഈസ് റീയുണൈറ്റഡ് വിത്ത് ഹെർ ഹസ്ബൻഡ്. The mikvah is also used by converts as they become Jewish. യഹൂദ മതാനുസാരികളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരെയും ആ കൺവേർഷന് വേണ്ടിയിട്ടുള്ള സ്നാനത്തിനും ഈ മിക്വ ആണ് ഉപയോഗിക്കുന്നത്. മിക്വ is also used by converts as they become Jewish. ജൂവിഷ് പ്രോസലൈറ്റ്സ്, യഹൂദ മതാനുസാരികളായിട്ട് മാറുന്നവരെയും ഈ സ്നാനം കഴിപ്പിച്ചാണ് ഇതിലേക്ക് മാറ്റുന്നത്. ഈ വേറെണ്ണം കാണിക്കാം. ഇത് കണ്ടില്ലയോ, റിച്വൽ ബാത്ത്. നിറയെ നിങ്ങൾക്ക് കാണാം, 100 കണക്കിന് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസുകൾ കാണുവാനായിട്ട് കഴിയും. എ മിക്വേ ഈസ് എ റിച്വൽ ബാത്ത് ഇൻ ജുഡായിസം. യഹൂദിയ വിശ്വാസത്തിലെ ഒരു റിച്വൽ, അവരുടെ പ്യൂരിഫിക്കേഷൻ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ശുദ്ധീകരണ സ്നാനമാണ്. ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് റിച്വൽ പ്യൂരിറ്റി. കണ്ടോ, it is typically a pool of naturally occurring water such as rainwater or spring water, and it is most commonly used by women as part of the nidda cycle. ഈ നിഡ എന്ന് പറയുന്ന സൈക്കിളാണ് അവരുടെ പീരിയഡ്സ് കഴിഞ്ഞുള്ള സൈക്കിൾ. ബിഫോർ reuniting with their husbands. Mikvah are also utilized by converts to Judaism during their conversion process. അവരെ കൺവേർട്ട് ചെയ്യാനും ഈ മിക്വ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ മിക്വേയുടെ ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ഈ കൊള്ളങ്ങൾ ഏത് രീതിയാണ് ഈ സ്നാനം നടത്തുന്നത്? ഈ യഹൂദിയ സ്നാനമാണ്. യഹൂദന്റെ ഉപദേശമായി ഈ വെള്ളത്തിലെ സ്നാനം. ഇത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല. ഇതിനെ നമ്മൾ യഹൂദിയ മതം ക്രിസ്തീയ മതമാണെന്ന് വരുത്തി തീർത്തിരിക്കുന്ന കാരണം ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുക. ഇതല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത് കാണുവാനായിട്ട് കഴിയും. ഞാൻ ചില പടങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ഈ മിക്വേ, MIKVEH, മിക്വേ എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇന്റർനെറ്റിൽ നിന്ന് ഈ ഡീറ്റെയിൽസുകൾ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഞാൻ ഈ ലുദിയായുടെ സ്നാനം ഒരു ക്രിസ്തീയ സ്നാനമാണെന്ന് വരുത്തി തീർക്കേണ്ടുന്നത് ക്രിസ്ത്യാനികളുടെ ആവശ്യമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസും പൗലോസും ഒരേ സ്നാനമാണ് പ്രസംഗിച്ചതെന്ന് അവർക്ക് സമർത്ഥിക്കണം. അതുകൊണ്ട് പത്രോസ് കഴിപ്പിച്ച, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അത് ശരിയാണ്. അത് കർത്താവ് യഹൂദന്മാരായ, അതായത് ആ ചെറിയ ഗ്രൂപ്പ്, യഹൂദന്മാർ 2ആയിട്ട് പിരിഞ്ഞിരിക്കുക. ഒരു വലിയ യഹൂദിയ ഗ്രൂപ്പ് ഉണ്ട്, ഒരു മെസ്സിയാനിക് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ചിട്ട് ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് ചെറിയ കൂട്ടം അല്ലെങ്കിൽ ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്നത്. ദൈവം പ്രസാദിച്ചിരിക്കുന്ന അവരില്ല, അല്ലാതെ ഈ 95% നിൽക്കുന്ന വലിയൊരു മാസീവ് ഗ്രൂപ്പ് യഹൂദന്മാരുണ്ട്. അവരൊരു ട്രഡീഷണൽ യഹൂദന്മാരാണ്. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരത്തില്ല. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, ഇത് ലിറ്റിൽ ഫ്ലോക്സ്. ചെറിയ കൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അവരോട് ദൈവം കൊടുത്ത
കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയാണ് ഈ ഈ ഈ ജലസ്നാനം. അവർക്ക് യാഗം കഴിക്കേണ്ട, യാഗത്തിനൊക്കെ പകരമായിട്ട് അവരുടെ രക്ഷയ്ക്കായിട്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും ആടിനെ യാഗം കഴിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നില്ല. ആ കുഞ്ഞാട് ഒരിക്കലായി യാഗമായിരിക്കുക. ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. പ്രശ്നമുണ്ടെങ്കിൽ ആ യാഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവം രക്ഷയ്ക്കായിട്ട് കൊടുത്തിരുന്ന ഒരു ജലസ്നാനം ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. അതാണ് ഗ്രേറ്റ് കമ്മീഷനായിട്ട് ദൈവം പറയുന്നത് മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടും. ഇൻഡീഡ് ഇറ്റ് ഈസ് കറക്റ്റ്. അത് അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് തന്നെയാ പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ നിന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട്, കാര്യം നിങ്ങൾ കൊന്നിരിക്കുന്നത് നമ്മുടെ മശിഹായ, മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടാൻ പറയുക. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, എന്തിനാ? ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻസ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് അവരോട് പറഞ്ഞിരുന്ന ഒരു ശുശ്രൂഷ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് അവർക്ക് കൊടുത്തിരുന്ന ഒരു കൽപ്പന തന്നെയാണ്. എന്നാൽ ആ കാലഘട്ടം, ആ വർഷത്തിന്റെ അവസാനത്തിൽ സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന പാപം കൂടെ യഹൂദൻ ചെയ്യുമ്പോൾ അവിടെ വെച്ച് ദൈവം അവരുടെ പദ്ധതി അവിടെ നിർത്തി അവരെ ഹോൾഡ് ചെയ്യുക, യഹൂദന്റെ വീഴ്ച ആരംഭിക്കുക. അവിടുന്ന് അന്ന് എല്ലാരെയും കൂടെ ദൈവം കൊന്നുകളഞ്ഞില്ല. അവരുടെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആരംഭിക്കുക. അന്ന് മുതൽ സ്വർഗത്തിൽ മറിഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിക്കുക. അതിനെ ആ കൃപായുഗം അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പോളിനെ വിളിക്കുന്നത്. പോളിൽ കൂടി ആ വിഷയം പ്രസംഗിക്കുക, ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷാമാർഗം. ഇവിടെ ന്യായപ്രമാണമോ ഇവിടെ യാഗമോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സ്നാനമോ ഒന്നും വിഷയമല്ല. ഇവിടെ ക്രൂശാണ്. വി പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. ക്രൂശിന്റെ മഹത്വം എന്താണെന്നാണ് പ്രസംഗിക്കുന്നത്. ക്രൂശിലൂടെ ഒഴുകിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു സുവിശേഷം പ്രസംഗിക്കുക. അത് പ്രസംഗിക്കാൻ പോളിനെ ഇവിടെ അയച്ചിരിക്കുക. അതാ പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അത് പ്രസംഗിക്കുമ്പോൾ പബ്ലിക്കിൽ നിന്ന് ഒരാൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും അങ്ങ് ശ്രദ്ധിച്ച് ഏറ്റെടുക്കത്തില്ല. അത് കേട്ട ലുദിയായ്ക്ക് ദൈവം അവളുടെ ഹൃദയം തുറന്നു. അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അത് ഗ്രഹിക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ, പോളും ശീലാസും എന്താ പറയുന്നതെന്ന് ഉൾക്കൊള്ളുവാൻ ദൈവം ലുദിയായുടെ ഹൃദയം തുറന്നു. 12 അപ്പോസ്തലന്മാരുടെ ഹൃദയം തുറന്നപ്പോഴാണ് അവർക്ക് ആ കാര്യങ്ങൾ കർത്താവ് കൂടെ നടന്നു പറയുന്നത് എന്താണെന്ന് മനസ്സിലായത്. അതിന്റെ അവസാനത്തിൽ അതുവരെ പത്രോസിനോട് ചോദിച്ചുകൂടെ, പത്രോസ് എനിക്ക് അവനെ അറിയത്തില്ല. ഒരു വേലക്കാരി വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനെതിരായിട്ട് പ്രാകുവാൻ തുടങ്ങി പത്രോസ്. കൂടെ 3.5 വർഷം നടന്നിട്ടും ദൈവം അവരുടെ ഹൃദയം തുറന്നു കഴിഞ്ഞപ്പോൾ പത്രോസൊക്കെ ശക്തി പ്രാപിച്ചത് കണ്ടോ? നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു പറയാൻ ധൈര്യം വന്നത് കണ്ടോ? നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ, അവരുടെ ഹൃദയം തുറന്നു കഴിഞ്ഞപ്പോൾ, ഇതാണ് ഇവിടെ കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നു കഴിഞ്ഞപ്പോൾ പോൾ എന്ത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നത് എന്ന് ഇവിടെ ലുദിയായ്ക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പോലെ പോള് ശീലാസ് വെള്ളത്തിലിറങ്ങി ലുദിയായെ പിതാവിനെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയൊന്നും അല്ല ഇവിടെ ചെയ്തത്. പോൾ അവിടെ ആരെയും സ്നാനം കഴിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം, മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ഇതൊന്നും ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല. കൊച്ചു കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഇത് സത്യവേദ പുസ്തകമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പച്ചന്മാരുടെ പാരമ്പര്യം ഒന്ന് വിട്ടുകളഞ്ഞിട്ട് കണ്ണ് തുറന്ന് ഇതൊന്ന് വായിച്ചു നോക്കണം. ഇവിടെ ഞാൻ പറയാം, പോൾ ഇവിടെ ആരെയും സ്നാനം കഴിപ്പിച്ചിട്ടില്ല എന്നോ വളരെ വ്യക്തമായി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ജലസ്നാനം രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് പോളിന്റെ ഒരു ലേഖനത്തിലും പഠിപ്പിച്ചിട്ടില്ല. ഒരിടത്തും പോൾ പ്രസംഗിച്ചിട്ടില്ല ജലസ്നാനം നിങ്ങൾക്ക് ആവശ്യമാണെന്ന്. വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ കണ്ട സ്ത്രീകളെ എല്ലാം കൂടെ വെള്ളത്തിലിറക്കി സ്നാനം കഴിപ്പിക്കാൻ ജലസ്നാനം ആവശ്യമാണെന്ന് പോൾ തന്റെ ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല. തന്റെ ശുശ്രൂഷ വേളയിൽ ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല. ഒരുത്തരെയും അതിനുവേണ്ടി സ്നാനം കഴിപ്പിച്ചിട്ടുമില്ല. എന്നാൽ പൂർണ്ണമായി അത് വിലക്കുന്നത് വരെ ചില സാഹചര്യങ്ങളിൽ പോൾ അതിനെ അനുവദിച്ചിട്ടുണ്ട്. കാര്യം ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്. ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ട്രാൻസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ന്യായപ്രമാണത്തിൽ നിന്നും കൃപയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നടക്കുക. ഇവിടെ പല കാര്യങ്ങളും കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് വെട്ടിമുറിക്കാൻ പറ്റത്തില്ല. ചിലതിനെയൊക്കെ പോൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ പോൾ പറയുന്ന മുഴുവൻ ന്യായപ്രമാണമോ പരിച്ഛേദനയോ ജാതികൾക്ക് ആവശ്യമില്ല. അവർക്ക് ഈ രക്ഷയിലേക്ക് വരുവാൻ അതിന്റെ ആവശ്യമില്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ നടക്കുന്ന മുഴുവനും ആർഗ്യുമെന്റുകൾ. എന്നാൽ 16-ാം അധ്യായത്തിൽ പോൾ തന്നെ തിമത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്ന നമുക്ക് കാണാം.
ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വാദിച്ച് അപ്പോസ്തലന്മാരിൽ നിന്ന് അത് എഴുതി വാങ്ങിച്ച ആ കത്തുമായിട്ട് വന്നിട്ട് 16-ാം അധ്യായത്തിൽ തീമോത്തിയെ സ്നാനം കഴിപ്പിക്കുക. ഇതിന്റെ ഒരു ട്രാൻസിഷൻ പീരീഡിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചിലതിനെ അനുവദിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിന് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ പലപ്പോഴും അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും സ്നാനം പോൾ അനുവദിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും ഒരിടത്ത് പോലും പോൾ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്നാനം കഴിപ്പിച്ചു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയത്തില്ല. ഇവിടെ നടന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള ജലസ്നാനമല്ല, മറിച്ച് ന്യായപ്രമാണത്തിലെ സ്ത്രീകളുടെ പ്യൂരിഫിക്കേഷൻ റൈറ്റ് അല്ലെങ്കിൽ യഹൂദിയ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള സ്നാനം, ആ ബാപ്റ്റിസമാണ് ഇവിടെ നടക്കുന്നത്. അവിടെ പോള് അവരോട് യേശു ക്രിസ്തുവിനെ കുറിച്ചും കർത്താവിന്റെ ക്രൂശിനെ കുറിച്ചുമാണ് പ്രസംഗിക്കുന്നത്. അത് ഗ്രഹിപ്പാൻ ദൈവം ലുദിയയുടെ ഹൃദയം തുറന്നു എന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയും. ആ സ്നാനം എന്നിട്ട് ലുദിയായും കൂട്ടരുമൊക്കെ ആ സ്നാനം കഴിഞ്ഞ് വരുമ്പോൾ പോളിനോടും ശീലാസിനോടും പറയുക, നിങ്ങൾ ഞങ്ങളെ ദൈവത്തിന്റെ ജനമെന്നും യഹോവയുടെ ഭക്ത എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഭവനത്തിൽ വരുവീൻ, ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളോട് ഇതേക്കുറിച്ച് കൂടുതൽ പറയുവീൻ എന്നുള്ള രീതിയിൽ അവരെ ഭവനത്തിലേക്ക് വിളിക്കുക. അല്ലാതെ പോൾ ഇറങ്ങി ഇവരെ സ്നാനം കഴിപ്പിച്ചു എന്നൊന്നും അല്ല അവിടെ പറയുന്നത്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾക്ക് പറയുന്നതിനെക്കാട്ടിലും കാര്യങ്ങൾ വായിച്ച് കേൾപ്പിച്ച് കഴിയുമ്പോൾ കുറെ കൂടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരും. ലെറ്റ് മീ റീഡ് ദാറ്റ് പോർഷൻ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കാം. ഇത് കണ്ടില്ലേ, ഇത് മക്കദോനിയയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും ഏതാ? ഫിലിപ്പിയുടെ കാര്യമാണ്. പൗലോസ് അപ്പോസ്തലനോട് ഫിലിപ്പിയിൽ എത്തിച്ചേർന്ന 11-ാമത്തെ വാക്യം വായിച്ചാൽ ഫിലിപ്പിയിൽ എത്തിയെന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സുമത്രാക്കയിലേക്കും പിറ്റേന്നാൾ നവപ്പൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇവിടെ ഫിലിപ്പിയിൽ എത്തിച്ചേർന്നിരിക്കുക. ഇത് മക്കദോനിയ മാസിഡോണിയയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർക്കുന്നത്, യഹൂദന്മാരല്ല റോമൻസ് കുടിയേറി പാർക്കുന്നതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. അവരോട് വന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല, പക്ഷെ ചില ദിവസം അവിടെ പാർത്തു. ശബത്ത് നാളിൽ, അത് കഴിഞ്ഞ് ശബത്ത് നാൾ വന്നപ്പോൾ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. ഇവിടെ ഗോപുരത്തിന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അവര് ഗോപുരത്തെ കയറിയെന്ന, ഗോപുരത്തെ നിന്ന് ഇറങ്ങി താഴെ വന്നു എന്ന, ഇതൊക്കെയാ വായിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കണം. താഴെ എഴുതിയിരിക്കുന്നുണ്ടോ? ആൻഡ് ഓൺ ദ സബത്ത് വി വെന്റ് ഔട്ട് ഓഫ് ദ സിറ്റി. ഈ ഗോപുരത്തിന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് ജാതീയ പട്ടണമായി ഫിലിപ്പി. അവിടെ നടക്കുന്ന ഒത്തിരിയും ജാതീയ ആരാധനകളും കൂത്തുകളികളും ഉണ്ട്. അവിടെ അവർക്ക് നിന്ന് അവരെ അശുദ്ധരാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ നിന്നും പട്ടണത്തിന് വെളിയിലേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും. ഇവർക്ക് അറിയത്തില്ല അവിടെ ആരെങ്കിലും കൂടുമോ ഇല്ലയോ എന്നൊന്നും. ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ വിചാരിച്ചു പുഴവക്കത്തിരുന്നു. അങ്ങനെ അവർ ചെന്നു. അവർക്കറിയാം അവിടെ അങ്ങനെ കൂടി വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളത്. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. ആ സ്ത്രീകൾ വന്നിരിക്കുന്ന പോള് വിളിച്ചിട്ട് വന്നതോ ഇവിടെ കൂടി വരുമെന്ന് പോള് മനസ്സിലാക്കി ജനങ്ങൾ കൂടാനും അവരുടെ അങ്ങനെ ഒരു ശുശ്രൂഷ നടക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ ഇരിക്കുക. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു എന്നുള്ളത് ശരിയാ. ഇവിടെ തുയതേര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവൾ യഹൂദയായിരുന്നു എന്നുള്ളത്. അല്ലാതെ ജാതിയോ അല്ലെന്നുണ്ടെങ്കിൽ അർത്തമീസ് ദേവി ആരാധിക്കുന്ന ഒരു സ്ത്രീയോ ആയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതത്തില്ല. ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പോള് പറയുന്നത് അവിടെ കേട്ടുകൊണ്ട് അവരിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടത് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആ കേൾക്കുന്നത് നിങ്ങൾ ഈ എന്താ പറയുന്നത് പരസ്യമോ കേട്ടിട്ടുണ്ട്, ഓരോരുത്തർ കടത്തിലും റോഡിലും മരച്ചോട്ടിലും ഒക്കെ നിന്ന് ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞത് മാതിരി എല്ലാവരും ഒന്നും ശ്രദ്ധിക്കത്തില്ല. ഇവിടെ പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം കണ്ടോ, അവളും കുടുംബവും, ഈ കുടുംബം എന്നുള്ള ഒരു കൃത്രിമം അവിടെ നടത്തിയിരിക്കുന്നതാണ്. ലിദിയായും കുടുംബവും, അതായത് ഭർത്താവും മക്കളും എല്ലാം ചേർന്ന് സ്നാനപ്പെട്ടു എന്ന് വരുത്തി തീർന്നിരിക്കുന്നത്. ഈ കുടുംബം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് താഴെ എൻ്റെ ഇംഗ്ലീഷ് കണ്ടല്ലോ, ഒറിജിനൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയാൽ, ആൻഡ് വെൻ ഷീ വാസ് ബാപ്റ്റൈസ്ഡ് ആൻഡ് ഹെർ ഹൗസ് ഹോൾഡ്. ഈ ഹൗസ് ഹോൾഡ് എന്നൊരു വാക്കിനെയാണ് ഈ കുടുംബം എന്ന് വരുത്തി തീർത്തിരിക്കുന്നത്. ഈ കുടുംബം, ഈ ഹൗസ് ഹോൾഡിന്റെ അർത്ഥം കുടുംബം എന്ന് മാത്രമല്ല, അതിന് ഗ്രഹജനമെന്നും വീട്ടുകാരെന്നും സ്വന്തക്കാരെന്നും വീട്ടിലുള്ളവരെല്ലാവരും എന്നും കുടുംബമെന്നും ഒക്കെ ഇതിന് അർത്ഥമുണ്ട്. മലയാളത്തിൽ അതിനെ കുടുംബം എന്ന് പർപ്പസ്ലി ചേർത്തിരിക്കുന്ന കാരണം ഒരു ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചേർത്തിരിക്കുന്ന കാരണം ലിദിയായും അവളുടെ ഭർത്താവും അവരുടെ പിള്ളേരും എല്ലാം സ്നാനപ്പെട്ടു എന്ന് വരുത്തി തീർത്തിരിക്കുക. ഇവിടെ അതൊന്നും അല്ല പറയുന്നത്. അവർ സ്ത്രീകൾ കൂടിയിരിക്കുന്നത് ആ ജൂവിഷ് എന്താ പറയുന്നത് ആ ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ സ്നാനം കഴിഞ്ഞിട്ട് വരിക.
ലുദിയ സ്നാനം കഴിഞ്ഞിട്ട് വന്നിട്ട് പോളിനോട് പറയുക, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു, ഞങ്ങളെ നിർബന്ധിച്ചു. ഇതാ സാഹചര്യം. ഇവിടെ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു കുടുംബം എന്നൊരു വാക്ക്, ഈ ഹൗസ് ഹോൾഡ് എന്നുള്ള വാക്കിനെ കുടുംബമാക്കിയതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ പറയുന്നവർ ഇതിനെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഈ ഞങ്ങൾ ഗോപുരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നുള്ളത്. ഏത് ഗോപുരത്തെ കയറിയവരും ഈ പറയുന്നത്? ഈ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടവണ്ണം മനസ്സിലാക്കണം. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ട്രഡീഷൻ നിവർത്തിക്കാനായിട്ട് നിങ്ങൾ ആ ട്രഡീഷൻ എന്ന് പറയുന്ന കണ്ണാടി ഒന്ന് ഊരിക്കളഞ്ഞിട്ട് ഇതിനെ ഒന്ന് വായിച്ചു നോക്കണം, എന്താ ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഇതാണ് ഇവിടെ നടക്കുന്ന സ്നാനം. ഈ ബൈബിളിൽ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഡെഡ്ലി ക്രൈം ആയത്, ഡെഡ്ലി മിസ്റ്റേക്കുകളാണ്. അത്രയും പറഞ്ഞ് ഞാൻ ലുദിയായെ അവിടെ വിടുക. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കുക. ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ലുദിയയുടെ കാര്യം പറഞ്ഞ് അവരെ ആക്ഷേപിക്കാൻ നിൽക്കാതെ, നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബാക്കി പറഞ്ഞുതരാം, മറുപടി പറഞ്ഞുതരാം, അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ അത്രയും പറഞ്ഞ് അവിടെ വിടുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് വിശ്വസിക്കണോ അത് വിശ്വസിച്ച് പോകാം, നോ പ്രോബ്ലം. കർത്താവിന്റെ കാഹളം ധ്വനിക്കാനിരിക്കുക, കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ. ഇത് അന്ത്യകാലമാണ്. മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക. നിങ്ങളുടെ രക്ഷ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുത്തരും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. എനിക്കൊന്നും സമ്പാദിക്കാനില്ല നിങ്ങളെ രക്ഷിച്ചിട്ട്. മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കാം. ഞാൻ മനസ്സിലായി നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗേറ്റ് മിനിസ്ട്രീസ് ചേരാനായിട്ട് നമ്മൾ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ആരും ചേരണ്ട. നമുക്ക് ഒരുത്തരെയും ചേർക്കണമെന്ന് നിർബന്ധവുമില്ല. മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നടന്ന സ്നാനം എന്താണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഫിലിപ്പിയ, അവിടുത്തെ കാരാഗ്രഹ പ്രമാണി. നമ്മുടെ ആൾക്കാരൊക്കെ സ്നാനം എന്ന് പറയുമ്പോഴത്തേനും എടുക്കുന്ന അടുത്തൊരാളാണ് ഈ ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണി. ലുദിയ ഒരു വലിയ താരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എടുക്കുന്നത് ഈ ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണി. അവിടെ വീട്ടിലെല്ലാവരും സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹം യഹൂദനായിരുന്നോ? അറിയത്തില്ല. തെളിവുകളൊന്നും ബൈബിളിൽ പറയുന്നില്ല. ഇദ്ദേഹം യഹൂദനാണോ എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ കൺവേർഷന് വേണ്ടിയിട്ട് യഹൂദിയ ആചാരപ്രകാരം അവർക്കൊരു സ്നാനമുണ്ട്. ആ സ്നാനം ഞാൻ ഈ കാണിച്ച മിക്വേ എന്ന് പറയുന്ന ഈ കുളത്തിൽ, അത് ഒഴുകി വരുന്ന വെള്ളത്തിലും കുളക്കരയിലും ആറ്റുവക്കത്തും പുഴക്കരയിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്നാനമാണ്. അതിനെ പ്രാർത്ഥിച്ച ആ ഒരു നിലയിലുള്ള ശുശ്രൂഷ അവരുടെ ഇടയിൽ നടത്തിക്കാറുണ്ട്. അത് തന്നെയാണ് യോഹന്നാൻ സ്നാപകനും യോർദാൻ നദിയിൽ ചെയ്ത സ്നാനം, മാനസാന്തര സ്നാനം, മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുന്ന സ്നാനം, യോർദാനിൽ ഇറങ്ങി കഴിപ്പിക്കുക. അതേ മിക്വയാണ് ഈ ലിഡിയ സ്നാനപ്പെട്ട ഈ ഗാംഗൈറ്റസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുത്തരുടെ കൺവേർഷൻ, ഒരാള് യഹൂദ മതാനുസാരിയായിട്ട് മാറുക, ഒരു ഡിസൈപ്പിൾഷിപ്പ്, കർത്താവിന്റെ ഒരു ശിഷ്യത്വത്തിലേക്ക് വരിക, അതനുസരിച്ച് ജീവിക്കാൻ അവരെ തന്നെ സമർപ്പിക്കുക, റിസ്റ്റോറേഷൻ, ദൈവിക വിശ്വാസത്തിലേക്ക് വീണ്ടും മടങ്ങി വരിക. കാരണം ഇവരെല്ലാം അന്യ ദൈവ ആരാധനയിൽ പെട്ടുപോയിരിക്കുക. ഓരോരോ സീദോന്യരുടെയും സോറിന്റെയും എല്ലാവരുടെയും പുറകെ പോയി അവരുടെ സ്ത്രീകളെ സ്വീകരിച്ച് അവരുടെ ആരാധനയിലും പങ്കെടുത്ത് നടക്കുന്ന ഒത്തിരി പേരാണ്. അവരൊക്കെ മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെടുമ്പോൾ ഈ ജലസ്നാനം സ്വീകരിക്കുന്ന ഒരു ജൂവിഷ് നോമ, അവരുടെ ഒരു സാധാരണ രീതിയാണ്. അവർക്ക് ഈ ജലസ്നാനം സ്വീകരിക്കണം. അത് എല്ലാവർക്കും അറിയാം. യഹൂദനും അറിയാം, യഹൂദനെ അറിയാവുന്ന ജാതികൾക്കും അറിയാം. ഈ കാരാഗ്രഹ പ്രമാണി സ്നാനപ്പെട്ടതിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇവിടെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇരുമുടിക്കെട്ടുമായിട്ട് പോകണമെന്നും രുദ്രാക്ഷം ആ മാല ഇടണമെന്നുള്ളതും പഥ്യം നോക്കണമെന്നൊക്കെ ഉള്ളത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യാനിക്കും അറിയാം, മുസ്ലിമിനും അറിയാം, എല്ലാവർക്കും അറിയാം. അവർ നമ്മുടെ ഇടയിലാണ് ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, യഹൂദൻ രക്ഷിക്കപ്പെടുമ്പോൾ അവരെ സ്നാനമായിട്ടാണ് ഈ ഒരു വിശ്വാസത്തിലേക്ക്, ഏക സത്യദൈവ വിശ്വാസത്തിലേക്ക്, ഒരു ജൂവിഷ് പ്രോസലൈസേഷനിലേക്ക് വരുന്നതിന് ആ ഒരു സ്നാനം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അന്നൊന്നും ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സെക്ട് ആരംഭിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ഇതൊന്ന് ഈ ഒരു ഭാഗം ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ഈ അവറാചായന്, ഈ PM എബ്രഹാം അച്ചായന് ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ അദ്ദേഹത്തിന്റെ സംശയങ്ങൾ, അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ മുഴുവൻ നീക്കുന്ന ഈ ഒരു ഭാഗത്ത്. കാര്യം യഹൂദൻ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിന്നൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച ഗ്രൂപ്പ്. അവരാണ് ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്നത്. അവരോട് പറഞ്ഞിരിക്കുന്ന ഉപദേശമുണ്ട്. എന്നാൽ അവരുടെ പദ്ധതി നിർത്തിയിട്ടാണ് ദൈവം പോളിനെ വിളിച്ചിട്ട് കൃപായുഗം എന്ന് പറയുന്ന ഈ കഴിഞ്ഞ 2000 വർഷമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ആ ഒരു ദൈവിക പദ്ധതി, അല്ലെങ്കിൽ ഏജ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു ഡിവിഷൻ, ഈ ഒരു 3 ഡിവിഷൻ ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ലിറ്റിൽ ഫ്ലോക്സ്, ജുഡായിസം, ഈ ഒരു വിഷയം ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ
ഒരുമാതിരിപ്പെട്ട ഡൗട്ടുകളൊക്കെ അദ്ദേഹം ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി പറയാത്തത് ഒരു നാൾ അദ്ദേഹത്തിന് മനസ്സിലാകും. ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും അദ്ദേഹത്തിന്റെ തലയിൽ കയറത്തില്ല. കാര്യം ഈ ബേസിക്സ് മനസ്സിലായിട്ടില്ല, റൈറ്റ് ഡിവിഷൻ എന്താണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇവിടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സെക്ട് ആക്ച്വലി ആരംഭിക്കുന്നത് AD 325 ശേഷമാണ്. ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായിട്ട് മാറിയതിനു ശേഷമാണ് ഇതിനെ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്നതും ഈ പള്ളിയും പള്ളിക്കൂടവും അച്ഛനും കപ്പ്യാരും ഈ സംഗതികളൊക്കെ ആരംഭിക്കുന്നത്. ഇതിനു മുമ്പ് അതൊരു ജൂവിഷ് സെക്റ്റായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. ആ യഹൂദിയ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. പോളിനോട് ചോദിച്ചാൽ പോളും ഒരു യഹൂദനാണ്, പത്രോസ് ചോദിച്ചാൽ പത്രോസും യഹൂദനാണ്. അവരൊന്നും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു സെക്ട് ആക്ച്വലി ആരംഭിക്കുന്നത് AD 325 ശേഷമാണ്. നിങ്ങൾക്ക് അതിനെയൊക്കെ ആക്ഷേപിക്കാനായിട്ട് ഇപ്പം റെഡി ആയിട്ടുണ്ടാവും പലരും, അതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട്. ഞാൻ അതിന്റെ മറുപടി പറഞ്ഞുതരാം. ആർക്കെങ്കിലും ആ വിഷയത്തിൽ ആക്ഷേപം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി ആ വിഷയത്തിൽ പറഞ്ഞുതരാം. ഇവിടെ പന്തിരുവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച യേശു ക്രിസ്തുവിന്റെ മെസ്സിയാനിക് ജ്യൂസ് എന്ന് പറയുന്ന കർത്താവിനെ പിൻപറ്റുന്ന ഒരു കൂട്ടം യഹൂദന്മാരുണ്ട്. അവരോടാണ് കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് സ്നാനമുണ്ട്. അവരുടെ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള പാപമോചന സ്നാനമാണ്. നിങ്ങളുടെ പാപങ്ങളെ മോചിച്ച് കിട്ടേണ്ടതിന്. അറിയാത്ത ഒത്തിരി പേര് പറയാറുണ്ട് അതൊന്നും പാപമോചനമല്ലെന്ന്. കർത്താവ് പിന്നെ കള്ളമാമോ പറഞ്ഞത്? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അതില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ട് ആ സ്നാനം എന്തിനാണെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾ ചുമ്മാ ജനത്തെ കാണിക്കാനാന്ന് പറഞ്ഞ് തടി തപ്പുക. ഇവിടെ പറഞ്ഞ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിരുന്നതാണ്. എന്നാൽ അതല്ല ഇന്നത്തെ രക്ഷാമാർഗം. ഇന്ന് ക്രൂസിലൂടെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയിലാണ് നാം ആയിരിക്കുന്നത്. ന്യായപ്രമാണത്തിലൂടെയുള്ള രക്ഷയല്ല. ഇവിടെ ഇവിടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ക്രൂശ് പ്രസംഗിക്കുമ്പോഴും ഈ സ്നാനം വിലക്കിയിട്ടില്ല എന്നുള്ളത് ഒരു ശരിയാണ്. അത് തെറ്റായി പോയി എന്നുള്ളത് വാസ്തവമാണെങ്കിലും അദ്ദേഹം അത് വിലക്കിയിരുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നാനത്തിലൂടെ അവർ യേശു ക്രിസ്തുവിനെയാണ് ഉയർത്തുന്നത്. പോൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ ഒന്ന് മനസ്സിലായിട്ട് വേണം കർത്താവ് ക്രൂസിലൂടെ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തി എന്താണെന്ന് ജനത്തോട് പ്രസംഗിക്കാൻ. യേശു ക്രിസ്തുവിനെ ഒരാൾ ഉയർത്താനായിട്ടാണ് ആ സ്നാനം സ്വീകരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നാനമേൽക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ പോൾ അതിനെ വിലക്കിയിരുന്നില്ല. ലെറ്റ് ഇറ്റ് ബി ദെയർ എന്നുള്ള ഒരു രീതിയിൽ പോൾ അതിനെ അനുവദിച്ചിരുന്നു. കർത്താവിനെ ക്രൂശിച്ച യഹൂദന്മാരുടെ മുമ്പിൽ കർത്താവിനെ ഉയർത്തുന്ന ഒരു ശുശ്രൂഷ എന്ന നിലയിൽ പോൾ അതിനെ വിലക്കിയിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അന്ന് വരെ അതിന്റെ പേരിൽ ഒരു പ്രോബ്ലം പോൾ ഫേസ് ചെയ്തിരുന്നു. ഇവർ സ്നാനപ്പെട്ടു എന്നുള്ള നിലയിൽ ഒരു പ്രതികൂലം പോളിന് ഉണ്ടായിട്ടില്ലായിരുന്നു. എന്ന് അതിനെതിരായിട്ടൊരു പ്രശ്നം ആരംഭിച്ചോ അന്നാണ് പോൾ അതിനെ വിലക്കുവാനായിട്ട് ഇടയായത്. ക്രൈസ്റ്റ് സെന്റ് മീ നോട്ട് ടു ബാപ്റ്റൈസ്, ഐ താങ്ക് ഗോഡ് ദാറ്റ് ഐ ബാപ്റ്റൈസ്ഡ് നൺ ഓഫ് യു എന്നൊക്കെ പറയാൻ കാര്യം അതുകൊണ്ട് പ്രശ്നമാകുന്നു, അതുകൊണ്ട് സഭയിൽ ഡിവിഷൻ ഉണ്ടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് വിലക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷം പോൾ ഒരു സ്നാനവും ചെയ്തിട്ടില്ല, ആ സ്നാനം പിന്നെ അനുവദിച്ചിട്ടുമില്ല. ഇവിടെ ഫിലിപ്പിയൻ ജയിലറിനെ പോള് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനമാണോ കഴിപ്പിച്ചത്? ഇന്ന് പെന്തക്കോസ്തുകാരും ബ്രദറൻകാരും ബാപ്റ്റിസ്റ്റുകാരും ഒക്കെ ചെയ്യുന്ന മാതിരിയുള്ള ആ സ്നാനമാണോ പോൾ ഈ കാരാഗ്രഹ പ്രമാണിയെ കഴിപ്പിച്ചത്? സ്നാനം കഴിപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അത് യഹൂദിയ കൺവേർഷൻ സ്നാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനാണ് കൂടുതലും സാധ്യത എന്ന് പറയും. യഹൂദനാകാനുള്ള അല്ലെങ്കിൽ ആ യഹൂദിയ വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ അവർ സ്വീകരിക്കുന്ന ഒരു സ്നാനമുണ്ട്. ആ സ്നാനമാണ് സ്വീകരിക്കാൻ കൂടുതൽ ചാൻസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസോ ശീലാസോ അദ്ദേഹത്തെക്കുറിച്ച് സ്നാനം കഴിപ്പിച്ചതായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഒരിടത്തും അത് വ്യക്തമല്ല. എന്നാൽ അവർക്ക് സ്വയമായിട്ട്, അതായത് ഇപ്പം ഞാൻ സ്നാനം ഏൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വയമായിട്ട് സ്നാനമേൽക്കാൻ കഴിയുന്ന തരമാണ് യഹൂദിയ സ്നാനങ്ങൾ പലതും ക്രമീകരിച്ചിരിക്കുന്നത്. എന്നെ ഒരു സ്നാനാർത്ഥി എൻ്റെ കൂടെ ഇറങ്ങി വന്ന് വെള്ളത്തിൽ വന്ന് എന്നെ മുക്കി എടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത പല സ്നാനങ്ങളും യഹൂദിയ വിശ്വാസത്തിലുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയി ഈ ബ്രാഹ്മിൻസിൻ്റെയൊക്കെ സ്നാനം അവർ പോയി സ്നാനപ്പെടുന്ന മാതിരി, ആറ്റിൽ ഇറങ്ങിപ്പോയി സൂര്യനെ നോക്കി സ്നാനപ്പെടുന്ന മാതിരി അവർക്ക് സ്വന്തമായിട്ട് സ്നാനപ്പെടാവുന്ന പല സ്നാനങ്ങളും യഹൂദിയ വിശ്വാസത്തിലുണ്ട്. നിങ്ങൾ ഇതെല്ലാം മിഷനായി അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിലോ ഒക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പരിജ്ഞാനം ലഭിക്കുവാനായിട്ട് ഇടയായിത്തരും. ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗളിനെയും ശീലാസിനെയും അടിച്ച് അവശരാക്കി ആമത്തിലിട്ടിരിക്കുക.
അടിച്ച് അവശനാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിച്ചിരിക്കുക. ഒന്ന് ചെറിയ അടിയൊന്നുമല്ല, ഈ ചുവരൽ കൊണ്ടുള്ള അടിയൊന്നുമല്ല, ചാട്ടവാറിനുള്ള അടിയാണ്. അടിച്ച് ആമത്തിലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് വെച്ച് ലോക്ക് ചെയ്യുക, രണ്ട് കാലും ഇട്ട് ആമത്തിലിട്ട് ലോക്ക് ചെയ്യുക. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 16-ാമത്തെ അധ്യായം തന്നെ 23, 24 വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ കണ്ടില്ലയോ, ഇവിടെ പറയുന്നത് പൗലോസിനെയും ശീലാസിനെയും അവരെ വളരെ അടുപ്പിച്ച ശേഷം, കണ്ടോ, ചെറുതായിട്ട് വഴക്ക് പറയുമൊന്നുമല്ല, ഇത് വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അത് പ്രത്യേക സെല്ലിൽ ഇട്ടേക്കുക. ഇവിടെ അടുത്ത വാക്യം കണ്ടില്ലോ, അടുത്ത വാക്യം പറയുന്നുണ്ടോ, അവിടെ പറയാണ് അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ട് പൂട്ടിയേക്കുക. ഇത് ചെറിയ കാര്യമല്ല ഈ പറയുന്നത്, അതുപോലെ ആമത്തിലിട്ടിരിക്കുക. നീ ഇതിനെ താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. 33-ാമത്തെ വാക്യം കൊടുത്ത് കാണിക്കും. 33-ാമത്തെ വാക്യം അവിടെ പറഞ്ഞത്, അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി അടിച്ച് പൊട്ടിച്ചിരിക്കുക. അവരുടെ മുറിവുകളെ ഈ കാരാഗ്രഹ പ്രമാണി കഴുകുക, അത് മരുന്ന് വെച്ച് കെട്ടി അത് അതുപോലെ ഉപദ്രവിച്ചിരിക്കുക. ഈ പോളും ശീലാസും കൂടെ ഈ കാരാഗ്രഹ പ്രമാണിയെ കൊണ്ട് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തി എന്ന് വിശ്വസിക്കാൻ പ്രയാസം. ന്യായമായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വിശ്വസിക്കാൻ പ്രയാസം. പിന്നെ അവിടെ നിന്നും പോൾ കൊരിന്തിലേക്ക് പോവുക. കൊരിന്തിലേക്ക് പോകുമ്പോൾ ഈ കൊരിന്തിയ പട്ടണത്തിലേക്ക്, അതായത് അവിടുന്ന് തെസ്സലോനിക്കയിലെത്തുന്നു, തെസ്സലോനിക്കയിൽ നിന്ന് ബെരോവയിലെത്തുന്നു, ബെരോവയിൽ നിന്ന് നേരെ അഥേനയിലെത്തുന്നു, അഥേനയിൽ നിന്ന് കൊരിന്തിലേക്ക് വരിക. ഈ കൊരിന്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പോൾ പറയുന്നത് കണ്ടില്ലയോ, പോൾ പറയുന്നത്, ഞാൻ ക്രിസ്പോസിനെയും ഗായോസിനെയും അല്ലാതെ വേറെ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. ഈ കാരാഗ്രഹ പ്രമാണിയെ ഈ ലിഡിയായും ഒക്കെ സ്നാനപ്പെടുത്തിയിട്ടാണ് കൊരിന്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോൾ അവിടെ ലേഖനം എഴുതുമ്പോൾ അവരോട് പറയും, ഞാൻ ഈ കാരാഗ്രഹ പ്രമാണിയെ, ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയും കുടുംബത്തെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, ലിഡിയായെയും കുടുംബത്തെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ ഞാൻ അനേകരെ സ്നാനപ്പെടുത്തിയ കൂട്ടത്തിൽ പറയണം. ഇവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്പോസിനെയും ഗായോസിനെയും അല്ലാതെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം കാണിക്കാം. അവിടെ എന്റെ നാമത്തിൽ 15-ാമത്തെ വാക്യം അവിടെ പറയാം, ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചില്ല. ഐ താങ്ക് ഗോഡ്. ഇംഗ്ലീഷ് നോക്കിയേ, ഐ താങ്ക് ഗോഡ് ദാറ്റ് ഐ ബാപ്റ്റൈസ്ഡ് നൺ ഓഫ് യു ബട്ട് ക്രിസ്പോസ് ആൻഡ് ഗായസ്. ഇവരെ അല്ലാതെ ഞാൻ ആരെയും സ്നാനം കഴിപ്പിച്ചിട്ടില്ല എന്ന് പോൾ പറയുക. ലിഡിയയും കാരാഗ്രഹ പ്രമാണിയൊക്കെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോൾ ഇത് രേഖപ്പെടുത്തിയേനെ. രണ്ട് പേര് ഇതിനെ കഴിഞ്ഞ അടുത്ത് ഓർത്തു പറയുന്നത്, ഞാൻ സ്തേഫാനോസിന്റെ കുടുംബക്കാരെ സ്നാനപ്പെടുത്തി. അത്രേ ഉള്ളൂ. തന്റെ ശുശ്രൂഷയിൽ വന്നെടുത്ത ആയിരങ്ങളെ സ്നാനപ്പെടുത്തേണ്ടതാ. ഇവരെ ഒന്ന് സ്നാനപ്പെടുത്തിയ ചരിത്രം പോളിന്റെ ലിസ്റ്റിലോ പോൾ പറയുന്ന ഭാഗത്തോ ഇല്ല. കൂടാതെ കാരാഗ്രഹ പ്രമാണിയും ഈ പൗലോസിനോട് ശീലാസിനോട് ചോദിക്കുന്നുണ്ട്, യജമാനന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് എന്ത് പറഞ്ഞേ? പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്ന് പറഞ്ഞേ. എന്നാൽ അതല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് പറഞ്ഞ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ഇവിടെ ഒരു ഭയങ്കര ഡിസ്പെൻസേഷണൽ ചേഞ്ചാണ് ഉണ്ടാകുന്നത്. ഒരു വലിയ കാര്യങ്ങളുടെ മാറ്റം ഉണ്ടാകുക. സ്വർഗത്തിൽ അന്ന് വരെ മറിഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം പൗലോസ് അപ്പോസ്തലൻ കൂടെ അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക ലോകത്തിന്. അവിടെ നിങ്ങൾ പഴയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ തെറ്റിച്ചു കളയും. അങ്ങനെ തെറ്റിന്റെ കൂനയിലാക്കിയിരിക്കുക ഇന്ന് ക്രിസ്ത്യാനി. ഇതല്ല ക്രിസ്തീയ വിശ്വാസം. എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ ഞാൻ ഒരുത്തരെയും സ്നാനപ്പെടുത്താത്തതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാ പോള് പറയുന്നത്. ഇത് പത്രോസിന് പറയാൻ പറ്റുമോ? ഇത് യോഹന്നാൻ സ്നാപകന് പറയാൻ പറ്റുമോ? അവരുടെ കാലഘട്ടത്തിലെ ഉപദേശമല്ല ഇവിടെ നടക്കുന്നത്. ഇനി വേറൊന്ന്, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പോള് ഇതിന്റെ 1-ാമത്തെ അധ്യായം 12-ാമത്തെ അധ്യായം കൊരിന്ത്യർ 12:13 പറയുന്നുണ്ടോ, ഇവിടെ പോളിന് അബദ്ധം പറ്റിയതൊന്നുമല്ല. പോൾ പറയുന്നത് കണ്ടോ, ഇവർ ഇത് കഴിഞ്ഞിട്ട് പോകുന്ന സ്ഥലമാണ് കൊരിന്ത്. അവരോട് പറയുക, 12:13 ഇവിടെ പറയുന്നത് കണ്ടോ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുവാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും. ആത്മീക സ്നാനത്തെ കുറിച്ച്, പരിശുദ്ധാത്മ സ്നാനമാണ്. എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു. ഇത് വെള്ളത്തിൽ ഇറങ്ങുന്ന കാര്യമല്ല. ഇംഗ്ലീഷ് നോക്കിയ, ഫോർ ബൈ വൺ സ്പിരിറ്റ്. എന്താ ഫോർ ബൈ വൺ സ്പിരിറ്റ്? ഇവിടെ സ്പിരിറ്റ് ബാപ്റ്റിസമായി പറയുന്നത് ഹോളി സ്പിരിറ്റിലുള്ള ബാപ്റ്റിസമാണ്. ആർ വി ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി? ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ചർച്ചിന്റെ ഭാഗമായി തീർന്നിരിക്കുക. യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ ചർച്ചിന്റെ ഭാഗമാക്കി തീർക്കുക.
അത് പരിശുദ്ധിയാത്മ സ്നാനമാണ്. For by one spirit are we all baptized into one body, whether we be Jew or Gentiles, whether we be bond or free, and have been all made to drink into one spirit. ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന പോളാ ഇവിടെ നിന്നും ഈ ഈ ഈ കൊരിന്തിലേക്ക് പോകുന്നത്. കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടും അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് അറിയാവുന്ന പോൾ രാത്രിയിൽ ഈ മുറിവും വെച്ചുകൊണ്ട് കാരാഗ്രഹ പ്രമാണിയെ കൊണ്ട് വെള്ളത്തിലിറങ്ങി, അവരുടെ വീട്ടുകാരെ എല്ലാം വെള്ളത്തിലിറക്കി. കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നുണ്ട്, ഞാൻ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന്. അന്നേരം പറയത്തില്ലേ, നിങ്ങൾ സ്നാനപ്പെടണം, വീട്ടുകാരെല്ലാം റെഡി ആയിക്കോട്ടെ, സ്നാനം ഉണ്ടെന്നുള്ളത്. ഇവിടെ പറയുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബം വിശ്വസിച്ചാൽ അവരും രക്ഷിക്കപ്പെടും. അതാ ഇവിടുത്തെ വിഷയം. പോൾ സ്നാനം അനുവദിച്ചിരുന്നു. കാരാഗ്രഹ പ്രമാണി പിന്നെ എന്തിനാ സ്നാനപ്പെട്ട തോമസ് ബ്രദറെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ? അദ്ദേഹത്തിന് അറിയാവുന്നത് ജൂയിഷ് വിശ്വാസമാണ്. പോൾ ഇവിടെ ഒരു ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടില്ല. പോൾ ഇവിടെ കണ്ണടച്ചിട്ടുണ്ട് പലതിനും. അദ്ദേഹത്തിന് സ്നാനപ്പെടണം, അതിനുള്ള സൗകര്യം പോൾ അനുവദിച്ചിട്ടുണ്ട്. അതിനെ അവർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്നാനമാണ് നടക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷത്തുണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു ഫുള്ളി കൺവേർഷൻ ആയി, അല്ലെങ്കിൽ ഞാൻ ഈ യഹൂദന്മാരുടെ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നൊരു ബോധ്യം ഒരു പക്ഷെ അദ്ദേഹത്തിന് വരത്തില്ലായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അനുവദിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് കാരാഗ്രഹ പ്രമാണി, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. 16-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. 33-ാമത്തെ വാക്യം അവിടെ പറയുന്നത് എന്താ? അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവ് കഴുകി താനും തനിക്കുള്ളവരും താമസിയാതെ സ്നാനമേറ്റു. അവരെ കഴുകി അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്തു. അതിനുശേഷം താനും തൻ്റെ കൂടെ ഉള്ളവരും സ്നാനം. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. കണ്ടോ, പോളിനെ കൊണ്ടുവരിക, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക. പുള്ളി ചോദിക്കുക, അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷകരായിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക. ഇവിടെ സ്നാനത്തിന്റെ ഒരു വിഷയം മിണ്ടുന്നില്ല. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവൻ പറഞ്ഞു. അതിനർത്ഥം കാരാഗ്രഹ പ്രമാണി വിശ്വസിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുടുംബം രക്ഷിക്കപ്പെടുമെന്നല്ല. കുടുംബവും വിശ്വസിച്ചു കഴിഞ്ഞാൽ കുടുംബം രക്ഷിക്കപ്പെടും, ഇല്ലെങ്കിൽ കുടുംബം നഷ്ടപ്പെട്ടു പോകും. ഞങ്ങളുടെ ഫാദർ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് മക്കൾ രക്ഷിക്കപ്പെടത്തില്ല. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് രക്ഷിക്കപ്പെടണമെന്നാണ് ഈ വാക്യം പറയുന്നത്. തെറ്റിദ്ധരിക്കല്ല. ഇതിനെയൊക്കെ അതിന്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. എന്ത് വചനമാണ് പോൾ ഇവിടെ പ്രസംഗിക്കുന്നത്? പോൾ പ്രസംഗിക്കുന്ന കർത്താവിന്റെ ക്രൂശാണ്. വി പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. അതാ പ്രസംഗിക്കുന്നത്. അത് കേട്ടപ്പോൾ അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി, അവരെ പൊട്ടി ഒലിച്ച് ചോര ഒഴുകി നിൽക്കുന്ന അവരെ കഴുകി താനും തനിക്കുള്ളവരെല്ലാം താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റ് മാറിപ്പോയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കരുത്. ക്രിസ്ത്യാനിക്ക് വലിയ താല്പര്യമുണ്ട് ഇതൊക്കെ ക്രിസ്തീയ സ്നാനമാണെന്ന് വരുത്തി തീർക്കേണ്ടത്. കാര്യം ഒരു ഡിസ്പെൻസേഷണൽ ചേഞ്ച് ഇവിടെ ഉണ്ടായിട്ടില്ല. ആ സ്വർഗീയ മാർഗം ക്രൂസിലൂടെയുള്ള രക്ഷാ പദ്ധതി ഇവിടെ റിവീൽഡ് ആയിട്ടില്ല. ഇപ്പോഴും സ്നാനത്തിലും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലും രക്ഷിക്കപ്പെടുന്നു എന്നൊക്കെ വരുത്തി തീർക്കേണ്ട ആവശ്യമോ അല്ലെന്നുണ്ടെങ്കിൽ അറിയായ്മയിൽ കൂടെ വന്നു ചേർന്നിരിക്കുന്ന തെറ്റായ പഠിപ്പിക്കലുകളോ ഇവിടെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പഠിപ്പിച്ചു പോകുന്നത്. സമയക്കുറവ് കാരണം ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അടുത്ത വിഷയത്തിലേക്ക് വരിക. കൊരിന്തിൽ അനേകർ സ്നാനപ്പെട്ടു. 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. കൊരിന്തിൽ അനേകർ സ്നാനപ്പെട്ടു. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിലാണ്. 18-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പെട്ടെന്ന് കൊരിന്ത്യർ 8-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 8-ാം വാക്യം. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. ക്രിസ്പോസ് എന്ന് പറഞ്ഞ ആ പള്ളിയുടെ പ്രമാണി, അവിടുത്തെ ഒരു വലിയ പള്ളിയാണ്, അതിന്റെ പ്രമാണിയാണ്, സിനഗോഗിന്റെ പ്രമാണിയാണ്. അവിടുത്തെ മെയിൻ ആളാണ് ട്രസ്റ്റിയ, ഫൗണ്ടർ ട്രസ്റ്റി എന്നൊക്കെ വേണേൽ പറയാവുന്ന മാതിരി. ആ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. അവരെല്ലാം പോൾ പ്രസംഗിക്കുന്ന അവർക്ക് മനസ്സിലായി, അവർ അതിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ടു വിശ്വസിച്ചു. വന്നവരൊക്കെ ഈ വചനം കേട്ടു വിശ്വസിച്ചു, സ്നാനമേറ്റു. ഈ സ്നാനമേറ്റു എന്നുള്ളൊരു വാക്കിവിടെ പറയുന്നത് ശരിയാണ്. എന്നാൽ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഈ ഒരു ദൈവത്തിന്റെ ഈ ഒരു ദർശനത്തിന് ശേഷം, അല്ലെങ്കിൽ കർത്താവിന്റെ ഈ ഒരു ഇടപെടലിന് ശേഷം പോൾ പിന്നെ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അടുത്ത അധ്യായത്തിലേക്ക് ഒരു സ്നാനം വരുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 19 ഒരു സ്നാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയിൽ നമ്മുടെ വിഷയം അതായതുകൊണ്ട് ഞാൻ ഇന്ന് അതിലേക്ക് കടക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ അന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എല്ലാം പോൾ സ്നാനത്തെ അനുവദിച്ചിട്ടുണ്ട്.
കാര്യം അതൊരു പ്രശ്നമായിട്ടില്ല. അത് അവർ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു സ്നാനമാണ്. യേശു ക്രിസ്തുവിന്റെ സാക്ഷികളെന്ന് ഡിക്ലെയർ ചെയ്യുന്ന, പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു സ്നാനമാണ്. അതുകൊണ്ട് തന്നെ പോൾ അതിനെ കണ്ണടച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം പോൾ ഇവരെ എല്ലാം സ്നാനപ്പെടുത്തി എന്നല്ല. പോൾ അവരോടാ പറയുന്നത്, ഞാൻ ക്രിസ്പോസിനെയും ഗായോസിനെയും അല്ല ഒരു മനുഷ്യനെ സ്നാനപ്പെടുത്തിയിട്ടില്ല. ആൻഡ് ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഇവിടെ പോൾ എന്തിനാ പിന്നെ സ്നാനം നിർത്തിയെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. കാര്യം അവിടെ ഡിവിഷൻ ആരംഭിച്ചു. ഓരോരുത്തരുടെയും പേരിലുള്ള സ്നാനം കാരണം, ഓരോരുത്തരുടെയും വിഷയത്തിൽ സ്നാനം കാരണം അവിടെ ഡിവിഷൻ ആരംഭിച്ചു. ഇതിന്റെ 13-ാമത്തെ വാക്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-13 വായിച്ചാൽ കാണാം. അവിടെ സ്നാനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ഡിവിഷൻ ആരംഭിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് പോള്, എന്റെ പേരിൽ നിങ്ങൾ സ്നാനം കഴിപ്പിച്ചോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നയാളുടെ പേരിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, Christ sent me not to baptize, but to preach the gospel. ക്രിസ്തു എന്നെ സ്നാനം കഴിപ്പിക്കാൻ അല്ല അയച്ചത്, മറിച്ച് അവന്റെ സുവിശേഷം, അവന്റെ ക്രൂശ് പ്രസംഗിക്കാനാണ്. കാര്യം ക്രൂശിന്റെ മഹത്വം മറ്റൊന്നും കവരാതിരിക്കേണ്ടതിന് എന്നെ ക്രൂശ് പ്രസംഗിക്കാനാണ് അയച്ചതെന്ന് പറഞ്ഞ് അവിടെ എന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് അവിടെ വെച്ചാണ്. കാര്യം ഇതിനെയൊക്കെ പോൾ അനുവദിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിന്റെ അർത്ഥം കൊരിന്തിൽ അനേകർ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിച്ചു എന്നല്ല ഈ പറയുന്നത്. ഇവിടെ ഒക്കെ പല കാര്യങ്ങളും പോൾ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. കാര്യം ഞാൻ ആക്ച്വലി ഒരു ചാർട്ട് കാണിക്കേണ്ടതാണ്, എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും യഹൂദിയ സ്നാനം എന്തായിരുന്നു, ആ ലിറ്റിൽ ഫ്ലോക്സിന്റെ സ്നാനം എന്തായിരുന്നു, അതിനുശേഷം സ്നാനത്തെക്കുറിച്ച് ഒരു ട്രാൻസിഷൻ പീരീഡിൽ നടന്ന ചില സ്നാനങ്ങളുണ്ട്, അതെന്തായിരുന്നു എന്നുകൂടെ ഒന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായേനെ. എന്നാലും ഞാൻ ഒത്തിരി ചാർട്ട് കാണിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം നിൽക്കുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം അതിന് മുതിരുന്നില്ല. എന്നിരുന്നാലും ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കാണിച്ചു കഴിയുമ്പോൾ ബൈബിളിനെതിരായിട്ടൊന്നുമല്ല ചാർട്ട് കാണി, നിങ്ങളുടെയൊക്കെ തലയിൽ ഈ മണ്ടയിൽ ഇതൊന്ന് കയറാൻ വേണ്ടിയിട്ട് ആ ചാർട്ട് സിംപ്ലിഫൈ ചെയ്ത് കാണിക്കുന്നത്. ഈ അവറാചാനൊക്കെ നമ്മളെ നിരന്തരം ആക്ഷേപിക്കാറുണ്ട്, ചാർട്ടുമായിട്ട് വന്നിട്ടുണ്ട്, അവർ ചാർട്ടിന്റെ ആൾക്കാരാണെന്നൊക്കെ. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടായി ചാർട്ട് കാണിക്കുന്നത്, അല്ലാതെ ബൈബിളിന് ബദലായിട്ടൊന്നും അല്ല ചാർട്ട് കാണിക്കുന്നത്. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ചോദിച്ചാട്ട് തീർച്ചയായിട്ടും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ന്യായമായ കമന്റുകൾക്കൊക്കെ മറുപടി പറയുന്നതായിരിക്കും. അന്യായമായിട്ടുള്ള ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യും. അതിന് കമന്റുകൾ അതിന് ഉത്തരങ്ങളോ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു മറുപടിയോ പ്രതീക്ഷിക്കേണ്ട. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ലുദിയയുടെ സ്നാനത്തെ അല്പം കൂടെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാനായിട്ട് ശ്രമിച്ചു. 2 കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് എന്ത് സ്നാനത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ കൊരിന്തിൽ അനേകർ വിശ്വസിച്ചു സ്നാനപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാക്കിൽ പിടിച്ച് ഞാൻ കിടക്കുന്നത്. എന്ത് സ്നാനം അവിടെ നടന്നത്? പോൾ ആരെങ്കിലും അവിടെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നിങ്ങളുടെ ഹൃദയം തുറക്കുവാൻ ദൈവം നിങ്ങളോട് സഹായിക്കട്ടെ. അന്ത്യകാലത്താണ് നാം ആയിരിക്കുന്നത്, അവസാന നിമിഷങ്ങളിലാണ് നാം എത്തിയിരിക്കുന്നത്. ആരോടാണ് നിങ്ങൾ ഈ വാശി പിടിക്കുന്നത്? ബൈബിളിനെതിരെ ഉதைക്കാൻ തിരിയാതെ, ശൗലേ ശൗലേ ഇതിനെതിരെ ഉதைക്കുന്നത് നിനക്ക് കഷ്ടമാകുന്നു എന്ന് പറഞ്ഞതുപോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുക. ദൈവം നിങ്ങളതിന് ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായി, ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി തലകീഴായിട്ട് മറിഞ്ഞാലും അവന്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ.